നമ്മൾ കൗണ്ടർ കറന്റ് സിസ്റ്റം എന്താണെന്നാണ് നോക്കുന്നത്. അതായത് നമ്മുടെ കിഡ്നീസ് എങ്ങനെയാണ് വാട്ടറിൻ്റെയും സാൾട്ടിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന് കൗണ്ടർ കറന്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹെൻലീസ് ലൂപ്പ് ഓഫ് ഹെൻലി, ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് ഗ്ലോമർലെസ് ആണ്. ഇത് അഫറൻ്റ് ആർട്ടീരിയോളും എഫറൻ്റ് ആർട്ടീരിയോളും വന്ന് ഗ്ലോമർലെസ് ഫോം ചെയ്തു. ഇത് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇവിടെ നിന്നും ഇതെന്താണ്? ഇത് PCT ആണ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇത് DCT. പിന്നെ ഇത് കളക്ടിങ് ട്യൂബ്യൂൾ, കളക്ടിങ് ഡക്റ്റ്, ഇങ്ങനെ പോകും. അപ്പോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും ഫിൽട്രേറ്റ് ഇങ്ങനെ വരുന്നു. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഇത് താഴേക്കുള്ള ലിംബ്, അതായത് ഡിസെൻഡിങ് ലിംബാണ്. ഇത് മുകളിലേക്കുള്ള ലിംബ്, അതായത് അസെൻഡിങ് ലിംബ്. ഇത് ഏതാണ്? ഈ ലിംബ് എന്ന് പറയുന്നത് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ് ഇത്. അതിന് ഇത് ഈ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇതെന്ന് പറയുന്നത് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബാണ്. അസെൻഡിങ്, മുകളിലേക്ക് കയറുന്ന ലിംബ്. ഇതില് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നുണ്ട്? വാസാറക്റ്റ്. വാസാറക്റ്റ് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഈ പെരിട്യൂബുലർ കാപ്പിലറീസ് വന്ന്, ഈ എഫറൻ്റ് ആർട്ടീരിയൽ വന്ന് പെരിട്യൂബുലർ കാപ്പിലറീസ് ഫോം ചെയ്തിട്ട് ഈ ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് ഒരു നെറ്റ്വർക്ക്, ഒരു കാപ്പിലറി സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് കാപ്പിലറി, അതിനെയാണ് വാസാറക്റ്റ് എന്ന് പറയുന്നത്. ഇത് വാട്ടറിന്റെ റീഅബ്സോർഷന് സഹായിക്കുന്നും പറഞ്ഞു. അപ്പോൾ കൗണ്ടർ കറന്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഹെൻലീസ് ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന എന്താണ്? ഫിൽട്രേറ്റ്. നമ്മൾ പഠിച്ചല്ലോ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇത് ഹെൻലീസ് ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നതും വാസാറക്റ്റയിലൂടെ ഫ്ലോ ചെയ്യുന്നതും. വാസാറക്റ്റയിൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ബ്ലഡാണ്. പെരിട്യൂബുലർ കാപ്പിലറീസ് വന്നിട്ടാണെങ്കിൽ ബ്ലഡ് ഈ വാസാറക്റ്റ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതില് ബ്ലഡാണ്, വാസാറക്റ്റയിൽ ബ്ലഡാണുള്ളത്. ഇതില് ബ്ലഡും ഇതില് ഫിൽട്രേറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഫിൽട്രേറ്റിന്റെ, ഹെൻലീസ് ലൂപ്പിലുള്ള ഫിൽട്രേറ്റിന്റെ ഫ്ലോയും വാസാറക്റ്റയിലുള്ള ബ്ലഡിന്റെ ഫ്ലോയും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കൗണ്ടർ കറന്റ് സിസ്റ്റം. ഫിൽട്രേറ്റിലെ ലൂപ്പ് ഓഫ് ഹെൻലിയിലെ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിൽ, താഴോട്ടുള്ള ലിംബിൽ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അസെൻഡിങ് ലിംബിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അതൊരു കൗണ്ടർ കറന്റ് സിസ്റ്റം. അപ്പോൾ ഫിൽട്രേറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ലിംബിൽ താഴേക്ക്, മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ അസെൻഡിങ് ലിംബിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് താഴെ നിന്ന് മുകളിലേക്ക് ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റാണ് വാസാറക്റ്റയുടെ ബ്ലഡിന്റെ ഫ്ലോ. അപ്പോൾ അതായത് ഇവിടെ അസെൻഡിങ് ലിംബിന് മുകളിലേക്കാണെങ്കിൽ അസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ള വാസാറക്റ്റയിൽ താഴേക്ക്, മുകളിൽ നിന്നും താഴേക്കാണ് ബ്ലഡിന്റെ ഫ്ലോ. ഇവിടെയോ ഡിസെൻഡിങ് ലിംബില് മുകളിൽ നിന്നും താഴേക്കാണെങ്കിൽ ഇതിന് പാരലായിട്ടുള്ള വാസാറക്റ്റയുടെ ബ്ലഡിന്റെ ഫ്ലോ താഴെ നിന്ന് മുകളിലേക്കാണ്. ഇതാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം. അതായത് ഫിൽട്രേറ്റിന്റെ ഫ്ലോയും വാസാറക്റ്റയിലുള്ള ബ്ലഡിന്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് ഫിൽട്രേറ്റ് ഈ ഡിസെൻഡിങ് ലിംബിൽ താഴെ, മുകളിൽ നിന്നും താഴേക്ക്, അസെൻഡിങ് ലിംബിൽ താഴെ നിന്നും മുകളിലേക്ക്. വാസാറക്റ്റയിൽ ഈ ലിംബിൽ മുകളിൽ നിന്നും താഴേക്ക്, ഈ ലിംബിൽ താഴെ നിന്നും മുകളിലേക്ക്. ഇത് രണ്ടും കൂടി നോക്കുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബും വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഈ ലിംബും, ഈ ഡിസെൻഡിങ് ലിംബും ഈ ലിംബും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ബ്ലഡ് ഫിൽട്രേറ്റ് മുകളിൽ നിന്ന് താഴെ വരുന്നു, അതിന് പാരലായിട്ടുള്ള വാസാറക്റ്റയുടെ ബ്ലഡ് താഴെ നിന്ന് മുകളിലേക്ക്. അസെൻഡിങ് ലിംബ് ആകുമ്പോഴത്തേക്ക് ഫിൽട്രേറ്റിന്റെ ഫ്ലോ താഴെ നിന്ന് മുകളിലേക്ക്, വാസാറക്റ്റയിൽ അതിന് പാരലായിട്ടുള്ള വാസാറക്റ്റയുടെ ലിംബ് മുകളിൽ നിന്ന് താഴെ. അപ്പൊ ഇതാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഈ കൗണ്ടർ കറന്റ് സിസ്റ്റം ഇത് വാട്ടറിന്റെയും സാൾട്ടിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ
നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ബ്ലഡിലുള്ള സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ അതിന് പറയുന്നത് ഓസ്മോളാരിറ്റി എന്നാണ് പറയുന്നത്. ബ്ലഡിലെ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷന് പറയുന്ന പേര് ഓസ്മോളാരിറ്റി എന്നാണ് പറയുന്നത്. ഓസ്മോളാരിറ്റി, സാൾട്ട് കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ് ഓസ്മോളാരിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള സോൾട്ടിൻ്റെ, സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് പറയുന്നത് ഓസ്മോളാരിറ്റി. അത് പറയുന്നത് മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. ബ്ലഡിൽ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. ഇങ്ങനെ എഴുതിയാലും മതി. ഓസ്മോൾ പെർ ലിറ്റർ ആണ് ബ്ലഡിൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽട്രേറ്റ്, ഈ ഗ്ലോമർലെസിൽ നിന്നുമാണ് ഫിൽട്രേറ്റ് ഇവിടേക്ക് വരുന്നത്. ബൗമാൻസ് ക്യാപ്സ്യൂളിൽ കളക്ട് ചെയ്യും. അപ്പോൾ ബ്ലഡിൻ്റെ ഓസ്മോളാരിറ്റി പറഞ്ഞല്ലോ എന്താണ്. ബ്ലഡിൻ്റെ ഓസ്മോളാരിറ്റി 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണെങ്കിൽ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റിയും 300 ഓസ്മോൾ പെർ ലിറ്റർ, മില്ലി ഓസ്മോൾ പെർ ലിറ്റർ തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. അതായത് ബ്ലഡിലുള്ള കമ്പോണൻസ് മുഴുവനുമാണ്, പ്ലാസ്മ പ്രോട്ടീൻ ഒഴികെയുള്ള എല്ലാ കമ്പോണൻസുമാണ് ഇവിടേക്ക് ഫ്ലോ ചെയ്ത് ഫിൽട്രേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ ഓസ്മോളാരിറ്റി 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണെങ്കിൽ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആയിരിക്കും. ഇനി ഇവിടോട്ട് വരികയാണ്. ഈ ഫിൽട്രേറ്റിൽ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു, ഇവിടെ വരുന്നു. ഇനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ്, താഴേക്കുള്ള ലിംബ് എന്ന് പറയുന്നത് വാട്ടറിന് പെർമിയബിൾ ആവുകയും സോൾട്ടിന് ഇംപെർമിയബിൾ ആവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ വാട്ടർ ഇവിടെ നിന്നും പുറത്തിറങ്ങി പോകും. വാട്ടർ ഈ ഫിൽട്രേറ്റിൽ നിന്നും പുറത്തിറങ്ങി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് വാട്ടറിന് പെർമിയബിൾ ആണ്, എന്നാൽ സോൾട്ടിന് ഇംപെർമിയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ വാട്ടറിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, സോൾട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഇതിരിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ റീനൽ മെഡുലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമേയുള്ള ഭാഗത്തെ ഇന്റർസ്റ്റിഷ്യം എന്നാണ് പറയുന്നത്. കിഡ്നിയുടെ നെഫ്രോണിന്റെ പുറമേയുള്ള ഭാഗം. അപ്പോൾ ഈ നെഫ്രോൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ മെഡുലയിലാണ്. കോർട്ടക്സ് കഴിഞ്ഞിട്ട് ഈ ഹെൻലീസ് ലൂപ്പ് വരുന്നത് മെഡുലയിലാണല്ലോ. അപ്പോൾ ഇതിന് പുറമേ ഉള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഇന്റർസ്റ്റിഷ്യം എന്ന് പറയും, ഇതിന് പുറത്തുള്ള ഭാഗം. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടറിന് പെർമിയബിൾ ആണ്, അതായത് വാട്ടറിനെ വെളിയിൽ കടത്തിവിടും, എന്നാൽ സോൾട്ടിനെ കടത്തിവിടത്തില്ല. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് അസെൻഡിങ് ലിംബിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് വാട്ടറിന് ഇംപെർമിയബിൾ ആണ്, എന്നാൽ സോൾട്ടിന് പെർമിയബിൾ ആണ്. അപ്പോൾ സോൾട്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഡിയം ക്ലോറൈഡ് അതാണല്ലോ. അപ്പോൾ അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ടറിന് ഇംപെർമിയബിളും സോൾട്ടിന് പെർമിയബിളുമാണ്. അപ്പോൾ വാട്ടർ അവിടെ തന്നെ നിൽക്കുകയും സോൾട്ട് പുറത്ത് പോവുകയും ചെയ്യും. ഇനി നോക്കാം. 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ഉള്ള ഫിൽട്രേറ്റ് PCT വഴി ഹെൻലീസ് ലൂപ്പിൽ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഇവിടെ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി എത്രയാണ്, 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. ഇവിടെ നിന്ന് ഈ ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടർ പുറത്തു പോകുന്നു. സോൾട്ട് മാത്രം അവിടെ കാണുന്നു. സോൾട്ട് മാത്രമല്ല, സോൾട്ട് കൂടുതൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോൾട്ട് കൂടുതൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആണ്, അതായത് ഹൈപ്പർ ടോണിക് ആണ്. വെള്ളം ഇറങ്ങി പോകുന്നു, സോൾട്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ഹൈപ്പർ ടോണിക് ആണ്. അപ്പോൾ നോക്കൂ, വെള്ളം ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഇവിടെ 300 ആകുന്നു, 400 ആകുന്നു, 600 ആകുന്നു, 900 ആകുന്നു, 1200 ആയി. ഇതുവരെ എത്തിയപ്പോൾ ഈ ഡിസെൻഡിങ് ലിംബിൻ്റെ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 1200 ആയി. ഈ ക്രസ്റ്റിൽ വന്ന് എങ്ങനെയാണ്, വാട്ടറിന് പെർമിയബിൾ, സോൾട്ടിന് ഇംപെർമിയബിൾ. അപ്പോൾ വാട്ടർ പോകുന്നു, സോൾട്ട് അവിടെ തന്നെ നിൽക്കുന്നു, അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്
300 ആയിരുന്ന മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന ഓസ്മോളാരിറ്റി 400 ആയി, 600 ആയി, 800 ആയി, 900 ആയി, ഇവിടെ എത്തിയപ്പോൾ 1200 ആയി, 1200 ആയി. ഇനി ഇവിടെ വരുമ്പോൾ എന്താണ്, ഈ ലിംബ് വാട്ടറിന് ഇംപെർമിബിൾ, വാട്ടറിനെ കടത്തിവിടത്തില്ല, എന്നാൽ സോൾട്ടിന് പെർമിബിളുമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ വാട്ടർ ഇതിനകത്ത് തന്നെ ഉണ്ടാകും, എന്നാൽ സോൾട്ട് ഇറങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു. അതായത് ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഫിൽട്രേറ്റ് ഈ ലിംബിൽ, അസെൻഡിങ് ലിംബിൽ വരുമ്പോഴത്തേക്ക് ഹൈപ്പോടോണിക് ആയിട്ട് മാറുന്നു. കാരണം സോൾട്ട് പുറത്ത് പോവുകയല്ലേ, സോൾട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ ഹൈപ്പോടോണിക് ആയിട്ട് മാറും. ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഫിൽട്രേറ്റ്, ഡിസെൻഡിങ് ലിംബിൽ ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഫിൽട്രേറ്റ് ഇവിടെ വരുമ്പോൾ എങ്ങനെ ഹൈപ്പോടോണിക് ആകുന്നു, സോൾട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ 1200 വീണ്ടും 900 ആയി, 800 ആയി, 600 ആയി, 400 ആയി, 300 ആയി. അപ്പോൾ എപ്പോഴാണ്, എത്രയാണോ ഉണ്ടായിരുന്നത് അത്രയും ആയി കഴിഞ്ഞു. അതായത് ഈ ലിംബിൽ ഹൈപ്പർടോണിക്കും ഈ ലിംബിൽ ഹൈപ്പോടോണിക്കും ആണ്. അപ്പോൾ എങ്ങനെയാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, സോൾട്ടിൻ്റെയും ബാലൻസിൻ്റെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 300 ആയിരുന്നു 300 ആയിരുന്നു ഓസ്മോളാരിറ്റി ബ്ലഡിൻ്റെ, അതായത് ഫിൽട്രേറ്റിൻ്റെയും. ഇവിടെ വരുമ്പോഴത്തേക്ക് സോൾട്ടിന് പെർമിയബിൾ ആയതുകൊണ്ട്, വാട്ടറിന് പെർമിയബിൾ ആയിട്ട് വാട്ടർ പോകുന്നു, സോൾട്ട് അവിടെ നിൽക്കുന്നു, ഫിൽട്രേറ്റ് ഹൈപ്പർടോണിക് സിറ്റുവേഷൻ സൊല്യൂഷൻ ആകുന്നു, ഓസ്മോളാരിറ്റി കൂടുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് സോൾട്ട് പോകുന്നു, സോൾട്ടിന് പെർമിയബിൾ, വാട്ടറിന് ഇംപെർമിയബിൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സോൾട്ട് പോകുന്നു, ഓസ്മോളാരിറ്റി കുറഞ്ഞ് 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 വന്ന് 300 ആയിട്ട് മാറുന്നു. ഇവിടെ ഹൈപ്പോടോണിക് ആയി മാറി. ഈ ഹൈപ്പോടോണിക് ഫിൽട്രേറ്റ് അവസാനം യൂറിനായി മാറുമല്ലോ. ഇതിൽ നിന്നുമാണ് നമ്മുടെ ബോഡിക്ക് വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തിരിച്ച് റീഅബ്സോർബ് ചെയ്യും. വെള്ളത്തിൻ്റെ അത് ADHന്റെ ഒരു ഫംഗ്ഷനാണ്, അത് പിന്നീട് ഞാൻ പറയും. അപ്പോൾ ഇപ്പോൾ ഈ രീതിയിലാണ് വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഡിയം ക്ലോറൈഡ്, അതായത് അതിനു മുമ്പ് ഓർമ്മിക്കണം, ഇത് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ്, ഇത് ഡിസെൻഡിങ് ലിംബ്. വാസാറക്റ്റയുടെ ഇത് അസെൻഡിങ് ലിംബ് ഹെൻലീസ് ലൂപ്പിന്റെ ആണെങ്കിൽ വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബും. അപ്പോൾ ആ ഒരു കൗണ്ടർ കറന്റ് സിസ്റ്റം നേരത്തെ പറഞ്ഞു നമ്മൾ, ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബും വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും. ഇവിടെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബും വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചെങ്കിൽ ടെക്സ്റ്റിൽ രണ്ടും വേറെ വേറെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ സോഡിയം ക്ലോറൈഡ്, അതായത് സോൾട്ട് ഇവിടെ നിന്ന് പുറത്ത്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിൽ നിന്ന് സോൾട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ, ഇത് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് കടക്കും. അപ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന സോഡിയം ക്ലോറൈഡ് എൻ്റർ ഇൻ ടു ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ്. അതായത് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്ത് വരുന്ന സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോൾട്ട് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് തിരിച്ച് ഇന്റർസ്റ്റീഷ്യത്തിൽ വരുന്നത് എവിടെ വെച്ചിട്ടാണ്, വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബ്. മനസ്സിലായില്ലേ? ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്നുമാണ് സോൾട്ട് പുറത്തു പോകുന്നത്, സോഡിയം ക്ലോറൈഡ് പുറത്തു പോകുന്നത്. ഇത് എങ്ങോട്ടാണ്, ഏതുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് കടക്കും, അവിടെ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അത് പിന്നീട് വീണ്ടും ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബ്. അപ്പോൾ ഇവിടെ നിന്നുള്ള അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തിറങ്ങുന്ന സോഡിയം ക്ലോറൈഡ് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിൽ കയറി വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബിൽ വെച്ച് അത് പുറത്ത് ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് പോകും. ഇനി ഇവിടെ വെച്ച് കുറച്ച് യൂറിയ അസെൻഡിങ് ലിംബിലേക്ക് കടക്കുന്നുണ്ട്, ഇന്റർസ്റ്റീഷ്യത്തിൽ നിന്ന് കുറച്ച് യൂറിയ അസെൻഡിങ് ലിംബിലേക്ക് കടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് വന്ന് കളക്ടിങ് ട്യൂബ്യൂളിൽ വെച്ച് ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് യൂറിയ അസെൻഡിങ് ലിംബിലേക്ക് കടക്കുന്നത്, ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നത് ആ ലാസ്റ്റ് വന്ന് കളക്ടിങ് ട്യൂബ്യൂളിൽ വെച്ചാണ്. അപ്പോൾ ഇതാണ് ഈ കൗണ്ടർ കറന്റ് സിസ്റ്റം പറയാനുള്ളത്.
ഓസ്മോളാരിറ്റി എന്താണെന്ന് അറിയാം. സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്നാണ് മെഷർ ചെയ്യുന്നത്. അത് ഗ്ലോമർലെസിൻ്റേത്, അതായത് ഗ്ലോമറുലർ ഫിൽട്രേറ്റിൻ്റേതും ബ്ലഡിൻ്റേതും 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. അത് ഇങ്ങനെ ഡിസെൻഡിങ് പിന്നെ ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിലൂടെ അസെൻഡിങ് ലിംബിലൂടെയാണ് പോകുന്നത്. ഡിസെൻഡിങ് ലിംബിൽ വരുമ്പോഴത്തേക്ക് വാട്ടറിന് പെർമിയബിളും സോൾട്ടിന് ഇംപെർമിയബിളുമാണ്. അപ്പോൾ ഈ ലിംബ് ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർടോണിക് ഫിൽട്രേറ്റ് ആയിരിക്കും. ഇവിടെ അസെൻഡിങ് ലിംബിൽ വരുമ്പോഴത്തേക്ക് സോൾട്ടിന് പെർമിയബിളും വാട്ടറിന് ഇംപെർമിയബിളുമാണ്. അപ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് ഫിൽട്രേറ്റ് ആയിരിക്കും അവിടെ കാണുന്നത്. ഈ ഹൈപ്പോട്ടോണിക് ഫിൽട്രേറ്റിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിൽ നിന്നുമാണ് നമ്മുടെ ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് റീഅബ്സോർബ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത്. അത് പിന്നീട് എങ്ങനെയാണെന്ന് പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത് ടെക്സ്റ്റിൽ ഡയഗ്രാം കൂടി കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്ലോമർലെസ് ബൗമാൻസ് ക്യാപ്സ്യൂള്. ഈ പറഞ്ഞിരിക്കുന്നത് പി സി ടി ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ് അസെൻഡിങ് ലിംബ്. ഈ കാണിച്ചിരിക്കുന്നത് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും. അപ്പോൾ മറ്റേ ഞാൻ ബോർഡിൽ വരച്ചതിന് ഇങ്ങനെ വരച്ചിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെയാണ് ഞാനത് ബോർഡിൽ കാണിച്ചത്. അത് ഇളക്കി വാസാറക്റ്റ് സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇത് നോക്കൂ, 300 മില്ലി ഓസ്മോൾ ആയിരുന്നു. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് വാട്ടർ പുറത്ത് പോകുന്നുണ്ടില്ലേ, വാട്ടർ പുറത്ത് പോയി ഇതിൻ്റെ പെർമിയബിലിറ്റി കൂടി 300, 400, 600, 800, 1000, 1200 ആയി. ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കൂ, സോഡിയം ക്ലോറൈഡാണ് പുറത്ത് പോകുന്നത്. കാരണം ഈ ലിംബ് വാട്ടറിന് ഇംപെർമിയബിളും സോൾട്ടിന് പെർമിയബിളുമാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് പുറത്ത് പോകുന്നു. അപ്പോൾ നോക്കൂ, 900, 600, 400, ദെൻ 300. ഇവിടെ കണ്ടോ, ബ്ലഡും ആ അതിൻ്റെ ഓസ്മോളാരിറ്റി കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് ആ ഓസ്മോളാരിറ്റി ഇത്രയുമായി മാറി. ഇതും പിന്നെ ഇവിടെ ആവശ്യത്തിനനുസരിച്ച് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഔട്ടർ മെഡുല്ല, ഇന്നർ മെഡുല്ല ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡ് NaCl ഇവിടോട്ട് കിടക്കുന്നുണ്ടോ? ഈ NaCl ആണ് ഈ ഡിസെൻഡിങ് ലിംബ് വാസാറക്റ്റയിലേക്ക് കടക്കുന്നത് കാണിച്ചിരിക്കുന്നത്. വാസാറക്റ്റയിൽ ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും തമ്മിലുള്ള കൗണ്ടർ കറന്റ് സിസ്റ്റമാണ് ഈ നമ്മുടെ ടെക്സ്റ്റിലെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ.